കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളാണ് ഇന്ത്യയിൽ നടന്നതിൻ്റെ വിവരങ്ങൾ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ അത് രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ അഴിമതികൾ, രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ അഴിമതികൾ, ഉയർന്ന ഉദ്യോഗസ്ഥർ നടത്തിയ അഴിമതികൾ, രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ നടത്തിയ അഴിമതികൾ, ഇങ്ങനെ വിവിധ ഇനത്തിലാണ് അഴിമതി കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി ഒന്നാം പ്രതിയായും അവരുടെ മകനും ലോകസഭയിലെ പ്രതിപക്ഷ നേതാവുമായ ശ്രീ രാഹുൽ ഗാന്ധി രണ്ടാം പ്രതിയായുമുള്ള കോടികളുടെ ഒരു അഴിമതി കഥ, ഒരു അഴിമതി ഈയിടെ അന്വേഷിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 751.9 കോടി രൂപയുടെ അഴിമതിയാണ്. ആ അഴിമതിക്കാണ് ഇപ്പോൾ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടുകെട്ടാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ അഴിമതി എന്ന് പറയുന്നത് നാഷണൽ ഹെറാൾഡ് എന്ന പത്രവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നാഷണൽ ഹെറാൾഡ് 1937 അന്നത്തെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് ശ്രീ ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ചതാണ്. 50 ലക്ഷം രൂപ മൂലധനത്തിൽ സ്ഥാപിച്ച ആ കമ്പനിയുടെ ഇന്നത്തെ മൂല്യം എന്ന് പറയുന്നത് 5000 കോടിയിലധികം രൂപയുടെ മൂല്യമാണ്. ഇത് പുറത്തു വരുമ്പോഴാണ് ഇത്രയധികം കോടി രൂപയുടെ അഴിമതി നേതാക്കളുടെ പേരിൽ നടത്തിയിരിക്കുന്നു എന്ന വസ്തുത ജനം തിരിച്ചറിയുന്നു. ജനങ്ങൾക്ക് ദിവസവും ഈ അഴിമതിയുടെ വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടും വായിച്ചും ജനങ്ങളുടെ പ്രതികരണ ശേഷി ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാവാം അഴിമതി നടത്തുന്നതിനുള്ള ഊർജം രാഷ്ട്രീയക്കാർക്കും ഉയർന്ന ഉദ്യോഗസ്ഥ മേധാവികൾക്കും വീണ്ടും ലഭിക്കുന്നു. ഇത് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി, കരിമണൽ ഖനനം, അതിൽ ചെയ്യാത്ത പണിക്ക് 2 കോടിയിലധികം രൂപ പ്രതിഫലം പറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ, വസ്തുതകൾ, അത് പുകയാൻ തുടങ്ങിയിട്ട് നാളെയായി. അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വദ്ര റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ നടത്തിയ അഴിമതികൾ, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അഴിമതികൾ, അതല്ല കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിരവധി സംഭവങ്ങളാണ് ദിവസവും അഴിമതിയുടെ കാര്യത്തിൽ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ഇന്ത്യയിൽ നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്നത് 2% താഴെയാണെന്ന് ഓർക്കണം. ഈ 2% താഴെയുള്ളവരെ മാത്രമാണ് നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നത്. മറ്റ് 98% പേരും നല്ല ഭക്ഷണം കഴിക്കുന്നവരല്ല, നിവർത്തിയില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ദരിദ്രര്, അതിദരിദ്രര്, ജോലിയില്ലാത്തവര്, മരുന്ന് വാങ്ങാൻ പണമില്ലാത്തവര്, ചികിത്സാ സൗകര്യം ലഭിക്കാത്തവര്, അതിന്റെ ഫലമായി മരണമടയുന്നവര് ഒക്കെ നിത്യ വാർത്തകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിലാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ ഉന്നത ശ്രേണികളിൽ ഇരിക്കുന്നവർ കോടികളുടെ അഴിമതി നടത്തിയെന്നുള്ള വാർത്തകൾ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്.
ഇവിടെയാണ് ജനങ്ങൾ പ്രതികരിക്കേണ്ടത്. ജനങ്ങളുടെ പ്രതികരണ ശേഷി ഒരു ഘട്ടം വരെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ കേരളത്തിൽ മുൻ ചീഫ് സെക്രട്ടറി KM ഇബ്രാഹിം അഴിമതിയുടെ നിഴലിലാണ്. അദ്ദേഹം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള ആരോപണം നേടുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥർ വിരമിക്കുമ്പോൾ വരവിൽ കവിഞ്ഞ സ്വത്തുകൾ സമ്പാദിച്ചു എന്നുള്ള ആരോപണങ്ങൾ സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥരും അതെല്ലാം രാഷ്ട്രീയവുമായി കലർത്തി അത് എവിടെയോ മാഞ്ഞു പോകുന്ന പദവും സർവ്വസാധാരണമാണ്. മുൻ ചീഫ് സെക്രട്ടറി വരവിൽ കവിഞ്ഞ സ്വത്തുകൾ സമ്പാദിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയാണ്. മുൻ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയിലിൽ കിടന്ന കഥയെല്ലാം ജനങ്ങൾ പോയിട്ടുണ്ടാവാം. എന്തായാലും ഇത്തരം അഴിമതികൾ വെച്ചു പൊറിപ്പിക്കാനാവില്ല. ഇതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ അത് സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.